പൈസ നട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസ് ചിക്കൻ ബോൾ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോയാ സോസ് എല്ലാം ഒഴിച്ച് അതേപോലെ മുകളിൽ കുറച്ച് പീനട്ട്സ് എല്ലാം ക്രഞ്ചി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സാധനം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ്റെ തൈ പീസ് നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ തൈ പീസ് എടുക്കുന്നത് നന്നാവുക. ബ്രസ്റ്റ് പീസ് ബോൺലെസ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആയിപ്പോവും. ചിക്കൻ്റെ തൈ പീസ് ബോൺലെസ്. 1 കപ്പ് ജീരകശാല റൈസ് 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. ഇനി പറയുന്ന എല്ലാ ചേരുവകളുടെയും മെഷർമെൻറ്റ് ഓരോന്നും ആഡ് ചെയ്യുന്ന സമയത്ത് പറയാം. 3-4 സ്റ്റെപ്പായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട്. വെളുത്തുള്ളി വളരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൗഡർ, റൈസിന് വേണ്ടിയിട്ടുള്ള ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ്, പഞ്ചസാര, ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കര, വിനാഗിരി, ഡാർക്ക് സോയ സോസ്, കോക്കനട്ട് ഓയിൽ, നെയ്യ്, തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങ ചിരവിയത്, കുറച്ച് പീനട്ട്സ്, ഞാൻ റോസ്റ്റഡ് പീനട്ട്സാണ് യൂസ് ചെയ്യുന്നത്, അതല്ല നോർമൽ പീനട്ട്സും യൂസ് ചെയ്യാം. കുറച്ച് കോൺഫ്ലവർ. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ സാധാ കുക്കിംഗ് ഓയിൽ, ഏതെങ്കിലും ന്യൂട്രലായിട്ടുള്ള കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം. ഇത്രയും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു പാൻ അടുപ്പത്തിച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ബേ ലീഫ്, 3 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട, അതൊന്ന് ചൂടായി പൊട്ടി വന്ന അതിലേക്ക് 1/2 കപ്പ് തിന്നായിട്ട് അരിഞ്ഞു വെച്ച സവാള. ഇനി സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആയി പോകണ്ട. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ അതിലേക്ക് വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം, 3/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം തിളച്ച് വന്നാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ച് റൈസ് നന്നായി വെന്ത് വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. റൈസ് നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗണായി വന്നാൽ അതിലേക്ക് നേരെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുന്നുണ്ട്. ചുവന്നുള്ളിയും പച്ചമുളകും ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1.5 ടേബിൾ സ്പൂൺ ശർക്കര ചിരവിയത്, 1/2 ടീസ്പൂൺ ഉപ്പ്, കൂടുതൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് നല്ല തിക്ക് ആൻഡ് ഗ്ലോസി ഒരു ഡീപ്പ് റെഡ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ കളർ നല്ല ഡീപ്പായിട്ടുള്ള റെഡും ആയിട്ടുണ്ട്. ഇനി നേരെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവനടുപ്പത്ത് നിന്ന് മാറ്റാം. ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ന്യൂട്രലായിട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരൊറ്റ ലെയറായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഒന്നിൻ്റെ മേളിലേക്ക് വേറെ പീസ് വരാത്ത രൂപത്തിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റോളം ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. അതിനുശേഷം മറിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ നന്നായി വെന്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത സോസ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
സോസ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്ത് ഓയിൽ ഇതേപോലെ സോസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 2 ടേബിൾ സ്പൂൺ പീനട്ട്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഇത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കോക്കനട്ട് അത്യാവശ്യം ബ്രൗൺ കളറായി വരണം, അതേപോലെ പീനട്ടും നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കോക്കനട്ട് ഒന്ന് അത്യാവശ്യം ഗോൾഡൻ ബ്രൗണായി വന്നു തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇത് പ്ലേറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ലെയറായിട്ട് കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പീനട്ട്സ് അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയും മറ്റൊരു വിഭവമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.